ഹലോ സുഹൃത്തുക്കളെ, ഞാനിന്നൊരു നമുക്ക് പറ്റിയൊരു അബദ്ധം, അതായത് ഒരു അമളി എന്നൊക്കെ പറയാം, അതായത് ശ്രദ്ധിക്കാതെ പോകാത്തൊരു തെറ്റാണ്. അതായത് ഞാനിവിടെ ജോലി ചെയ്യുന്നത് സൗദി അറേബ്യയിലാണ്. സൗദി അറേബ്യയിൽ ജിദ്ദയിലാണ് ജോലി ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു തുണി ഷോപ്പിൽ ജോലി ചെയ്യണത്, അവിടെ ഒരു ഓഫീസ് ബോയ് ആയിട്ട്. അപ്പോൾ നമ്മളെ ഓഫീസിലൊരു അറബി ഒരു യമനിയാണ്. അപ്പോൾ ഇവർക്ക് എന്താ വെച്ചാൽ നമ്മൾ നാട്ടിലത്തെ ഡ്രസ്സ് ഇതൊക്കെ കണ്ടാൽ ഭയങ്കര താല്പര്യമാണ്. ഇപ്പോൾ ഈ ഓൺലൈൻ ഷോപ്പിംഗ് അറിയുന്നത്, ഇപ്പോൾ നാട്ടിലൊക്കെ ഇപ്പോൾ എല്ലാ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ വൈറലായി കൊണ്ടിരിക്കലും വീടിട്ടും കണ്ട് ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുകയാണല്ലോ. ഇവിടെ പ്രത്യേകിച്ച് അറബി കൺട്രിയിലൊക്കെ ഡ്രസ്സിനൊക്കെ വില കൂടുതലാണ്. അതായത് ഈ കല്യാണ പാർട്ടീൻ്റെ ഡ്രസ്സ് അതുപോലെ അങ്ങനത്തെയൊക്കെയാണ് അറബികൾക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ നമ്മളെ നാട്ടിലുള്ള ആളുകൾ വീടൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ കാണുമ്പോൾ അവർക്കൊരു താല്പര്യമാണ്. അങ്ങനെ നമ്മൾ സ്റ്റാഫ് ഒരു യമനി എന്ത് ചെയ്തു, ഇവിടെയൊക്കെ ഇപ്പോൾ പിന്നെ പർച്ചേസ് ചെയ്യുന്ന ആളാണ്, ഇവിടുത്തെ ഓൺലൈൻ ഷോപ്പിംഗ് പർച്ചേസ് ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഇത് കണ്ടപ്പോൾ ഇവർക്കൊരു കൗതുകം, കാരണം അത്രയും വില കുറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ. പിന്നെ അങ്ങനെ വീട് കണ്ടുകാണ് എന്നെ വിളിച്ച് കണ്ടത് കാണിച്ചത് എനിക്ക്. കാണിച്ചു തന്നത് ഈ സാധനം കാണുന്നത് ഭയങ്കര വില കമ്മിയാണ്. അപ്പോൾ ഞാനെന്ത് വെച്ചാൽ എത്ര വില കമ്മിയാണല്ലോ ഇറങ്ങാണ്ട്. കാരണം നമ്മൾ പഞ്ചാബി കല്യാണ ഡ്രസ്സും കാര്യങ്ങളെല്ലാം എന്താ പറയുക ഡിസൈനൊക്കെ വെച്ചങ്ങാണ്ട് കല്ലൊക്കെ വെച്ചങ്ങാണ്ട് മുത്തൊക്കെ വെച്ചങ്ങാണ്ടുള്ള നല്ല വർക്കും. അങ്ങനെ എന്ത് ഇവന് ഇത് വേണമെന്ന് പറഞ്ഞു. ഇത് എഴുതികൾ 1200 അതിൻ്റെ ഓരോ പ്രൈസ് വില. അങ്ങനെ എന്ത് ചെയ്തു, ഇവനത് താല്പര്യം എന്നോട് പറഞ്ഞു ഇത് ഓർഡർ ചെയ്ത് കൊണ്ടിറങ്ങാണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിത് അറിയില്ല, അത് എവിടെയാണ് ഇന്ത്യക്കാരാണെന്നൊക്കെ പറഞ്ഞാണ്ട്. ജങ്ങയെ നോക്കിയത് സാധനം എത്തിക്കിട്ടണം, പിന്നെ അവരുടെ അയച്ചരം പറയുന്നൊക്കെ പറഞ്ഞു, നാട്ടിൽ നിന്ന് അയച്ചരം പറഞ്ഞത് ആയിക്കോട്ടെ എന്നും പറഞ്ഞു. ഞാൻ നോക്കി ഞാൻ ഒരു പിന്നെ കോൺടാക്ട് ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയച്ച് അവർ വാട്സപ്പൊക്കെ അയച്ചു തന്നു. വാട്സപ്പ് നമ്പറൊക്കെ അയച്ചു തന്നുകൊണ്ട് പോലും ഈ മോഡൽ വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാൻ പറഞ്ഞു. പേയ്മെൻറ്റ് ചെയ്ത് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്ത്. ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്തു, നമ്മളെ വാട്സപ്പും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്തു. ഒരു അഡ്രസ്സും ഇല്ല. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഓൺലൈൻ ഷോപ്പിംഗ് ഇറങ്ങാണ്ട് ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ. അതായത് ഒറിജിനൽ ഷോപ്പിൻ്റെ പേരുള്ള വീഡിയോ കിട്ടുങ്ങാണ്ട് ആൾക്കാർ, അതായത് ഒറിജിനൽ ഷോപ്പ് അവർ വീഡിയോ ഇട്ടുങ്ങാണ്ട് അവർ പിന്നെ അവരെ കടൻ്റെയും അവൻ്റെ സാധനങ്ങളൊക്കെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ടാവും. ആ വീഡിയോ കള്ളന്മാരെടുത്തുങ്ങാണ്ട് ഇവർ കുറച്ച് എഡിറ്റ് ചെയ്തുങ്ങാണ്ട് കുറഞ്ഞ പൈസ കിട്ടുങ്ങാണ്ട് വാട്ടർമാർക്കകത്തുള്ള വീഡിയോ ഇട്ടുങ്ങാണ്ട് അതിന് പ്രൈസ് എഴുതിങ്ങാണ്ട് അവർ വേറെ പേജ് ഉണ്ടാക്കിയാണ്ട് ഓൺലൈൻ ഷോപ്പിംഗ് കണ്ട് അതിൽ ഇത് വിടുക. എന്നിട്ട് അതിൽ വാട്സപ്പ് നമ്പറും കാര്യവും ഓൺലൈൻ ഷോപ്പിംഗ് ഇറങ്ങാണ്ട് അത് കൊടുക്കുക. ഇത് നമ്മളെന്താ ചെയ്യുക, നമ്മളിപ്പോൾ ശ്രദ്ധിക്കില്ല. നമ്മൾ ഗൂഗിൾ പേ ചെയ്തുങ്ങാണ്ട് പിന്നെ ഒരു അഡ്രസ്സും ഇല്ല, വിളിച്ചാൽ കിട്ടില്ല, നമ്പർ ബ്ലോക്കൊക്കെ. അപ്പോൾ എന്താ വെച്ചാൽ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന ആൾക്കാർ എന്താ ചെയ്തത്, ഞാൻ അതിന് പ്രൂഫ് ഞാൻ കാണിച്ചു കേട്ടോ. ഇത് ഇവൻ്റെ വീഡിയോ അല്ലേ, ഇങ്ങനത്തെ ഒരുപാട് വീഡിയോ ഉണ്ടതാ. ഇത് ശരിക്കും ഇയാളെ ഒറിജിനൽ പേജാണ്, പക്ഷേ ഇയാളെ വീഡിയോ എടുത്തുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. ഈ വീഡിയോ ഒക്കെ ഫേക്കാണ്. ഇതിൽ കാണുന്ന ആളല്ല തെറ്റ് ചെയ്തിരുന്നത്, ഇയാളെ വീഡിയോ ഒറിജിനലാണ്, ഇയാളെ ഷോപ്പും കാര്യങ്ങളും. പക്ഷേ കള്ളന്മാർ ഇയാളെ വീഡിയോ എടുത്തുകൊണ്ട് വേറെ പേജ് ഉണ്ടാക്കിങ്ങാണ്ട് എന്നിട്ട് അതുപോലെ പ്രൈസ് കണ്ടില്ലേ 1999. അപ്പോൾ ആരെ നമ്മളെന്ത് ശ്രദ്ധിക്കും, ഇത് കൂടുന്ന ആൾക്കാർ കൂടുതൽ പെണ്ണുങ്ങളായിരിക്കട്ടെ, കാരണം അതൊക്കെ കാണുമ്പോൾ പെണ്ണുങ്ങളുടെ ഡ്രസ്സാണ് ഏറ്റവും കൂടുതലുള്ളത്. അങ്ങനെ ഒരുപാട് ഷോപ്പിംഗ് കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ഇതിപ്പോൾ ഫേക്ക് അക്കൗണ്ട് കേട്ടോ, ഇത് ഈ കാണുന്നത് ഫേക്ക് അക്കൗണ്ട്. കമൻറ്റ് ബോക്സ് പോലെ ഇത് ചെയ്ത് കമൻറ്റ് ബോക്സ് ഇത് കാണില്ല, കാരണം ഞാൻ കുറേ എഴുതി വിട്ടിരുന്നു. അപ്പോൾ കമൻറ്റ് ബോക്സ് ബ്ലോക്ക് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരുപാട് ഓൺലൈൻ ഷോപ്പിംഗ് ഉണ്ട്. ഇത് ഇൻസ്റ്റാഗ്രാമിൽ കുറേ ഉണ്ട് കേട്ടോ, പിന്നെ അതുപോലെ യൂട്യൂബിലുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, കൂടുതൽ സ്ത്രീകളായിരിക്കും പെട്ടെന്ന് പോയി കാണ്ട് ഇത് കാണുമ്പോൾ തരുന്നത്. പിന്നെ നമ്മളെന്ത് ചെയ്യും, നമ്മൾ പേയ്മെൻറ്റ് അടക്കും, പേയ്മെൻറ്റ് അടച്ചിങ്ങാണ്ട് പിന്നെ ഒരു അഡ്രസ്സ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിപ്പോൾ ആമസോണിലാണെങ്കിലും പിന്നെ ഫ്ലിപ്കാർട്ടിലാണെങ്കിലും മറ്റുള്ള ഓൺലൈൻ ഷോപ്പ് നമ്മൾ എന്ത് ചെയ്യും, പേയ്മെൻറ്റ് ആദ്യം അടക്കും, കാരണം അതൊക്കെ ഒരു സുതാര്യമുള്ളതാണ്. അതുപോലെ അല്ല ഇത്. അപ്പോൾ നല്ല ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് പൈസ പോകേണ്ട ഒരുപാട്. ഇപ്പോൾ ഞാൻ ഒരു വാർത്ത കിട്ടുന്ന രാവിലെ നടിൻ്റെ ഷോപ്പ് വെച്ചെങ്ങാണ്ട് വേറെ ആൾക്കാർ ഇങ്ങനെ ഇത് കണ്ടമാനം ഇവിടുന്ന് നേരം UP എന്നാണ്, UP അതുപോലെ ബീഹാർ, അവിടുന്ന് ഇന്ത്യക്കാരാണ് ചെയ്യുന്നത്. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പോലീസുമാരുണ്ട്. ഇപ്പോൾ നടി
കംപ്ലൈൻറ്റ് കൊടുത്ത പോലും അറിയാം ഒന്നും ചെയ്യാൻ കഴിയില്ലാന്ന്. അപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് അത് നല്ല ഡ്രസ്സ് ഇത് കണ്ട് ഇങ്ങനെ ചെയ്യാൻ പോകണ്ട. കഴിയുന്നതും ആമസോൺ, ഫ്ലിപ്കാർട്ട് അത് അങ്ങനത്തെ കാര്യമാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഇനി പൈസ പോലെ തിരിച്ചു കിട്ടും. പക്ഷെ ഇതുപോലെ പൈസ തിരിച്ചു കിട്ടില്ല. അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ.